ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസിനെ പറ്റിയും ആ സീരീസിനെ സംബന്ധിച്ചുള്ള റിയൽ ലൈഫ് സ്റ്റോറിയിലുള്ള ആളുകളെ പറ്റിയാണ്. അപ്പോൾ സീരീസിൻ്റെ പേര് ഫ്രെഡ് ആൻഡ് റോസ് വെസ്റ്റ് റിയൽ ലൈഫ് ഹൊറർ ക്രൈം എന്നാണ്. അപ്പം ഇതിൽ ഇവർ ഫ്രെഡ് ആൻഡ് റോസ് വെസ്റ്റ് എന്ന് പറയുന്ന രണ്ട് സീരിയൽ കില്ലർമാരുണ്ട്. അവരെ പറ്റിയാണ് ഈ സീരീസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു എനാക്റ്റഡ് ആയിട്ടുള്ള സീരീസ് അല്ല, ഒരു ഡോക്യു സീരീസാണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസാണ്. കാരണം ഇവരുടെ റിയൽ ലൈഫും ഇവർ ചെയ്ത കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടി വിറച്ച് പോകുന്ന കാര്യങ്ങളാണ് ഇവർ റിയൽ ലൈഫിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇത് ടോപ്പ് 10 വന്നിട്ടുള്ള ഒരു സീരീസാണ്. ഇത് പോർട്രേ ചെയ്തേക്കുന്ന ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന രീതി, പിന്നെ പഴയ ആ വിഷ്വൽസ് കൊണ്ടുവന്നേക്കുന്നത്, ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഈ സീരീസിൽ വന്നേക്കുന്നത്. മാത്രമല്ല ഇതിൽ നമുക്ക് ഈ ഫ്രെഡ് ആൻഡ് റോസ് വെസ്റ്റ് ഇവർ രണ്ടുപേരുമാണ് ഈ സീരിയൽ കില്ലർമാർ. ഇവരെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റിയതാണ്. അപ്പം ഞാനാണെങ്കിൽ ഇവരെ പറ്റിയുള്ള സ്റ്റോറി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് കുറച്ചധികം ഞാൻ പോയി അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ഇവരെ പറ്റി അറിയാൻ പറ്റി. അത് ഭയങ്കര ഹൊറിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ പറ്റിയത്. അപ്പം എന്തായാലും ഫ്രെഡ് വെസ്റ്റും റോസ് വെസ്റ്റും ഭാര്യയും ഭർത്താവുമാണ്. അവർ UK ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു 11 അതിൽ കൂടുതലോ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. പക്ഷേ കണക്കുകൾ അനുസരിച്ച് 11 അപ്പോൾ ഈ ഫ്രെഡ് വെസ്റ്റ് അയാളുടെ മോളെ ഉൾപ്പെടെ കൊന്ന് അവരുടെ വീടിൻ്റെ ഗാർഡനിലും അവരുടെ വീടിൻ്റെ നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ തറയിലുമൊക്കെ ആയിട്ട് കുഴിച്ചിടുകയാണ് ചെയ്തത്. അവസാനം പോലീസ് അവരെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഫ്രെഡ് വെസ്റ്റ് വൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ അയാളുടെ ആ ഒരു ലവ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വൈഫ് റോസ് വെസ്റ്റ് ഇതിലെല്ലാം ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ ഫ്രെഡ് വെസ്റ്റ് എന്ത് ചെയ്തിട്ടും റോസ് വെസ്റ്റിൻ്റെ പേര് പറയണ്ടായിരുന്നില്ല. അവസാനം എത്തിയപ്പോൾ ഈ റോസ് ഇയാളെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇയാൾ റോസിൻ്റെ പേര് പറഞ്ഞത്, റോസിന് ഇതിലേക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ആണ് റോസ് അവസാനം ജയിലിലായത്. അപ്പം ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി, അതായത് ഫ്രെഡ് വെസ്റ്റിനെ പോലീസ് പിടിച്ച് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അയാൾ തൂങ്ങി മരിച്ചു ജയിലിൽ. റോസ് വെസ്റ്റ് ഇപ്പോഴും UK ഒരു ജയിലിലുണ്ട്. അവർക്കിപ്പം 10-25 വയസ്സായി. അപ്പം ഇവരുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ ഇവർ എക്സ്ട്രീംലി ബാഡായിട്ടുള്ളൊരു കണ്ടീഷനിൽ നിന്ന് വന്ന ആൾക്കാരാണ് രണ്ടാൾക്കാരും. ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒരുപാട് മോശം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഗ്രാജ്വലി ഡെവലപ്പായി വന്ന് മേ ബി ഇവർക്കുണ്ടായ ചീത്ത കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരിലേക്കും ട്രൈ ചെയ്തു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെൻ്റൽ പ്രശ്നങ്ങളോ ഇവർ മക്കളിലുൾപ്പെടെ വേറെ ആൾക്കാരിലേക്കും എടുത്തു. അപ്പം മക്കളുൾപ്പെടെ ഇവർക്കെതിരായിരുന്നു. അങ്ങനെ ഭയങ്കര ഹൊറിഫൈഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ കഥ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. മാത്രമല്ല ഇതുപോലെയുള്ള ചില സീരിയൽ കില്ലർമാരുടെ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചില ആൾക്കാർ മറ്റുള്ളവരെ ഉപദ്രവിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്റ്റോറീസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് നമുക്ക് പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ വർത്തിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒത്തിരി സമയമൊന്നുമില്ല, ഒരു സീസണേ ഉള്ളൂ. അതിൽ 4-5 എപ്പിസോഡ്സ് എന്തേ ഉള്ളൂ, 4 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല ക്ലാരിറ്റി ഉള്ള, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രസമായിട്ട് നല്ല സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ എടുത്തു പോകുന്നൊരു സീരീസാണ്. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഹെലൻ റിയാക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്സ്. താങ്ക് യു.